നമസ്കാരം. ആംഗിൾ ജോയിൻറ്റിൻ്റെ വ്യായാമം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ആദ്യഘട്ട വ്യായാമം: കാൽ വിരലുകൾ മടക്കി നിവർത്തുക. 10 വട്ടമാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. നിലത്ത് ഒരു തുണി കിടന്നാൽ അത് വിരലുകൾ കൊണ്ട് മടക്കിയെടുക്കുന്ന മൂവ്മെൻ്റാണ് വേണ്ടത്. കാൽപാദം താഴേക്കും മുകളിലേക്കും ആവുന്നത്ര മൂവ് ചെയ്യുക. 10 വട്ടമാണ് ചെയ്യേണ്ടത്. ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആംഗിൾ പമ്പ് എന്നാണ് ഈ വ്യായാമത്തിൻ്റെ പേര്. രണ്ടാമത്തെ ഘട്ടത്തിലെ വ്യായാമം: ആംഗിൾ റൊട്ടേഷൻ. ക്ലോക്കിൻ്റെ ദിശയിലും ആൻറ്റി ക്ലോക്ക് വൈസായും ഇരു കാലുകളും ഒരുപോലെ ഇരുവശങ്ങളിലേക്കും കറക്കുക. ക്ലോക്കിൻ്റെ ദിശയിലും ചെയ്യണം, വിപരീത ദിശയിലും ചെയ്യണം. 10 വട്ടമാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. ആംഗിൾ സ്ട്രെച്ച് എന്ന വ്യായാമം: കാൽപാദം താഴേക്ക് ആവുന്നത്ര വലിച്ച് ഹോൾഡ് ചെയ്ത് 5 സെക്കൻഡ് പിടിക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം കാൽപാദം മുകളിലേക്ക് ആവുന്നത്ര വലിച്ച് പിടിക്കുക. 5 സെക്കൻഡ് ആ നിലയിൽ തന്നെ തുടരുക. അങ്ങനെ 10 വട്ടമാണ് ഈ വ്യായാമം റിപ്പീറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ സ്ട്രെച്ച് എന്നാണ് ഈ വ്യായാമത്തിൻ്റെ പേര്. പ്ലാന്റർ ഫ്ലെക്ഷനും ഡോർസി ഫ്ലെക്ഷനും ഒരേപോലെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിന്നെ ഒരു സൈക്കിൾ പോലെ 10 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുകയാണ് ഈ വ്യായാമത്തിൽ ചെയ്യേണ്ടത്. അവസാന ഘട്ടത്തിലെ വ്യായാമം: ഭിത്തിയിലോ കസേരയിലോ സപ്പോർട്ട് ചെയ്ത് നിന്നതിന് ശേഷം കാൽ വിരലുകളിലൂന്നി ഉപ്പൂറ്റി ഉയർത്തുക. ഹോൾഡ് ചെയ്യാതെ 10 വട്ടം റിപ്പീറ്റ് ചെയ്യുക. ശേഷം ഉപ്പൂറ്റിയിൽ നിന്ന് വിരലുകൾ ഉയർത്തുക. 10 വട്ടം തന്നെയാണ് ചെയ്യേണ്ടത്. ഹോൾഡ് ചെയ്യാതെ വേണം റിപ്പീറ്റ് ചെയ്യാനായി. ഇടത് കാൽ മുന്നിൽ വെച്ച് മടക്കി വലത് കാൽ കാഫിൽ നല്ല സ്ട്രെച്ച് വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് 5 സെക്കൻഡ് ചെയ്യുക. 10 വട്ടം ചെയ്തതിന് ശേഷം വലത് കാൽ മുന്നിൽ വെച്ച് ഇടത് കാലിൽ കാഫിൽ സ്ട്രെച്ച് വരുന്ന രീതിയിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 വട്ടം റിപ്പീറ്റ് ചെയ്യുക. കാഫ് സ്ട്രെച്ച് എന്നാണ് ഈ വ്യായാമത്തിൻ്റെ പേര്. കാഫ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ 2 കാലിൻ്റെയും ഉപ്പൂറ്റി തറയിൽ പതിഞ്ഞിരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.